CSI സഭയിലെ ക്രമവിരുദ്ധ സർക്കാർ ഇടപെടലുകൾ അവസാനിപ്പിക്കണമെന്നതടക്കം ആവശ്യപ്പെട്ട് ദക്ഷിണമേഖല മഹാ ഇടവകയിലെ ഒരു വിഭാഗത്തിന്റെ പ്രതിഷേധം. മുൻ ബിഷപ്പ് ധർമ്മരാജ് റസാലം അടക്കമുള്ളവരെ സംരക്ഷിക്കുന്ന സർക്കാർ നിലപാട് തിരുത്തുക, LMS കോമ്പൗണ്ടിൽ ബിഷപ്പിനെ ആക്രമിച്ചവർക്കെതിരെ നടപടിയെടുക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധിക്കുകയാണ്. ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകും. ഷിജോ, പ്രതിഷേധം അല്പം സംഘർഷത്തിലേക്ക്, തർക്കത്തിലേക്ക് കടന്നോ? എന്താണ് സംഭവിച്ചത്? ദിവ്യ, ആദ്യം ഈ പ്രതിഷേധ മാർച്ചിന് അനുമതി കൊടുക്കേണ്ടതില്ല എന്നുള്ള തീരുമാനമാണ് പോലീസ് എടുത്തിരുന്നത്. എന്നാൽ പിന്നീട് നടത്തിയ ചർച്ചയെ തുടർന്ന് ഈ പ്രതിഷേധ മാർച്ചിന് അനുമതി കൊടുക്കുകയായിരുന്നു. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാം. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിന്നാണ് CSI ദക്ഷിണ കേരള മഹാ ഇടവകയ്ക്ക് കീഴിലുള്ള ഒരു വിഭാഗം വിശ്വാസികളുടെ വലിയ പ്രതിഷേധ റാലി ഇപ്പോൾ പുത്തരിക്കണ്ടം മൈതാനത്തേക്ക് പോകുന്നത്. ഏതാണ്ട് ആയിരക്കണക്കിന് വിശ്വാസികൾ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഇവിടെ സെക്രട്ടേറിയറ്റ് മുമ്പിൽ നിന്ന് പുത്തരിക്കണ്ടം മൈതാനത്തിലേക്ക് പോകുന്നത്. ഇവർ വിവിധ വിഷയങ്ങൾ ഉയർത്തിയാണ് ഇവരുടെ പ്രതിഷേധം. നമുക്കറിയാം, LMS കോമ്പൗണ്ട് ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. LMS കോമ്പൗണ്ട് അടച്ചിട്ടതിനെതിരെയും LMS കോമ്പൗണ്ടിൽ അതിക്രമിച്ചു കയറി ബിഷപ്പിനെ ആക്രമിച്ചവർക്കെതിരെ നടപടിയെടുക്കുക, ED ക്രൈംബ്രാഞ്ച് കേസിലെ പ്രതികളെ സംരക്ഷിക്കുന്ന സർക്കാർ നിലപാട് തിരുത്തുക, CSI സഭയിലെ ക്രമവിരുദ്ധ സർക്കാർ ഇടപെടലുകൾ അവസാനിപ്പിക്കുക, ധർമ്മരാജ് റസാലവും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികൾക്കുമെതിരെ സർക്കാർ നടപടിയെടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് CSI ദക്ഷിണ കേരള മഹാ ഇടവകയ്ക്ക് കീഴിലുള്ള ഒരു വിഭാഗം വിശ്വാസികൾ വലിയ പ്രതിഷേധം തീർക്കുന്നത്. സ്ത്രീകളും കുട്ടികളും പ്രായമായവരുമടക്കം ആയിരക്കണക്കിന് ആളുകൾ ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമാവുകയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. ഏതാണ്ട് ഈ 15 മിനിറ്റുകൾക്ക് മുമ്പാണ് ഈ മാർച്ചിന് പോലീസ് അനുമതി കൊടുത്തത്. ആദ്യം ഈ മാർച്ച് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വിവിധ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് CSI ദക്ഷിണ കേരള മഹാ ഇടവകയ്ക്ക് കീഴിലുള്ള നൂറുകണക്കിന് വിശ്വാസികളും വൈദികരും വലിയ പ്രതിഷേധം ഈ സെക്രട്ടറി മുമ്പിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർന്ന് വന്നിരുന്നു. അതിൻ്റെ തുടർച്ചയെന്നോണമാണ് ഇന്നിപ്പോൾ ഇങ്ങോട്ട് പ്രതിഷേധ മാർച്ച് നടത്താൻ തീരുമാനിച്ചത്. ആദ്യ മാർച്ചിന് അനുമതി കൊടുക്കാത്തത് വലിയ സംഘർഷ സാഹചര്യത്തിലേക്ക് പോയിരുന്നു. പോലീസുമായിട്ട് പിന്നീട് നടത്തിയ അനുനയ ചർച്ചയ്ക്കൊടുവിലാണ് ഈ മാർച്ചിന് ഇപ്പോൾ അനുമതി കൊടുത്തിരിക്കുന്നത്. മാർച്ച് ഇപ്പോൾ പുത്തരിക്കണ്ടം മൈതാനത്തേക്ക് പോവുകയാണ്. CSI സഭയിലെ ക്രമവിരുദ്ധ സർക്കാർ ഇടപെടലുകൾ അവസാനിപ്പിക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ദക്ഷിണ കേരള മഹാ ഇടവകയിലെ ഒരു വിഭാഗം പ്രതിഷേധിക്കുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് പ്രതിഷേധം. ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്.